നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തെക്കുറിച്ചാണ്. അതിൽ ഇന്ന് നോക്കുന്നത് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO രൂപീകൃതമായ വർഷം 1969. ISROയുടെ ആസ്ഥാനം ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായ സ്ഥലം തുമ്പ VSSC. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഏക വികസ്വര രാഷ്ട്രം ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം ആര്യഭട്ട. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം രോഹിണി 1980 ജൂലൈ 18. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര 1. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻ്റ്. ഇന്ത്യയുടെ ആദ്യ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം IRS-1A. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ഉപഗ്രഹം INSAT-2A. സമുദ്ര പഠനത്തിന് മാത്രമായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം OceanSat-1. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം EduSat 2004 സെപ്റ്റംബർ 20 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത റഡാർ ഇമേജിംഗ് ഉപഗ്രഹം RISAT-1. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ജുഗ്നു IIT കാൻപൂർ. ഇന്ത്യയിൽ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം അനുസാറ്റ് അണ്ണാ യൂണിവേഴ്സിറ്റി. സൈനികാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം GSAT-7 2013 ഓഗസ്റ്റ് 30. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകുന്ന ഏജൻസികൾ: 1. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി. 2. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി 2019 ജൂലൈ 22. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യം മംഗൾയാൻ 2013 നവംബർ 5. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗൾയാനാണ്. ആദ്യ ഉദ്യമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിക്കുന്ന ലോകത്തെ ആദ്യ രാജ്യം ഇന്ത്യ. ലോകത്ത് ആദ്യമായി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇന്ത്യ. ഇന്ത്യ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി വിക്ഷേപിച്ച ഉപഗ്രഹം EduSat 2004 സെപ്റ്റംബർ 20. പ്രകൃതി വിഭവ പഠനം, ഭൂപട നിർമ്മാണം എന്നിവയ്ക്കു വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ കാർട്ടോസാറ്റ്-1, റിസോഴ്സാറ്റ്-1. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി വിക്ഷേപിച്ച ഉപഗ്രഹം മെഗാട്രോപിക്സ്. ഇന്ത്യയുടെ ഏറ്റവും വലുതും ഭാരം കൂടിയതുമായ റോക്കറ്റ് GSLV Mark 3. ISROയുടെ 100ാമത്തെ കൃത്രിമോപഗ്രഹം കാർട്ടോസാറ്റ്-2. ISROയുടെ 100ാമത്തെ ദൗത്യം PSLV C-21 PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ആസ്ട്രോസാറ്റ് 2015 സെപ്റ്റംബർ 28. ഇന്ത്യയുടെ സ്വതന്ത്രമായ ഗതി നിർണയ സംവിധാനം NAVIC നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. IRNSS മീൻസ് ദ ഇന്ത്യൻ റീജിയൻ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. സൂര്യൻ്റെ പ്രഭാമണ്ഡലത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ISRO ദൗത്യം ആദിത്യ 1. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പേടക പദ്ധതി ഗഗൻയാൻ. സമുദ്രങ്ങളുടെ ഉപരിതലം സൂക്ഷ്മമായി പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം സരൾ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സംരംഭം. ഇന്ത്യയിൽ ആണവരംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ഡോക്ടർ രാജാ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഏഷ്യയിലെ ആദ്യത്തെ ആണവ നിലയം താരാപൂർ മഹാരാഷ്ട്ര. ഇന്ത്യ ആദ്യമായി ആറ്റം ബോംബ് പരീക്ഷണം നടത്തിയ വർഷം 1974
പൊഖ്രാൻ, രാജസ്ഥാൻ. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ് അഗ്നി, പൃഥ്വി മുതലായവ. വിക്രം സാരാഭായ്, ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞൻ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി. വിക്രം സാരാഭായുടെ ഓർമ്മയ്ക്കായി തുമ്പ റോക്കറ്റ് വിക്ഷേപ കേന്ദ്രത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകി. അടുത്തത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്രജ്ഞനും ഗവേഷകനും ആയിരുന്നു. ISROയുടെ ചുമതല വഹിച്ച കലാം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ വികസിപ്പിച്ചു. SLV-3, PSLV. ഇന്ത്യ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവായ ഇദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇന്ന് നമ്മൾ നോക്കിയത് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും, വിക്രം സാരാഭായി, ഡോക്ടർ APJ അബ്ദുൽ കലാം. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.